ഇതുപോലെ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റു കറികളൊന്നും തന്നെ വേണ്ട. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പർ കറിയാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചക്കക്കുരു ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 30ഓളം ചക്കക്കുരു ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ പുറമേയുള്ള തൊലി ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കത് കഴുകിയെടുക്കാം. ബ്രൗൺ പോർഷനോട് കൂടി തന്നെ ചക്കക്കുരു എടുക്കുക. ഇനി നമുക്ക് അതിനെ തന്നെ അത്രത്തോളം ചെമ്മീനും കൂടി നമുക്ക് ഇതിലേക്ക് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തല പോർഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ്റെ. അതുപോലെ തന്നെ ചെമ്മീൻ്റെ ഈ മിഡിൽ ഭാഗത്ത് നടുഭാഗത്തായിട്ടുള്ളൊരു നാരുണ്ടാവും, അത് നമ്മൾ കളയണം. നമുക്ക് അത് കളഞ്ഞതിന് ശേഷം വേണം ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ. ഇപ്പോൾ ഇത് ചെമ്മീനും ചക്കക്കുരുവും ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തത്, 3 പച്ചമുളക് നെടുകെ ചീന്തിയിട്ടുള്ളതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ചെമ്മീനും ചക്കക്കുരുമൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഒരു 1/2 മുറി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഒരു 5-6 ചെറിയ ഉള്ളി, അത് തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങയൊന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ തേങ്ങ അരച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട, തേങ്ങ മാത്രമായിട്ട് തന്നെ അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അതുകൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് അരച്ചു കൊടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയും ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരും അതുപോലെ ചെമ്മീനും ഒക്കെ ചേർത്തിട്ടുള്ള കറി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3 വിസിലാകുമ്പോൾ തന്നെ ചക്കക്കുരും ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച തേങ്ങയുടെ അരപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാനിതിപ്പോൾ കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയും ചേർത്തിട്ട് നമ്മുടെ കറി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതാ ചെറിയുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു കറിവേപ്പിലയുടെ തണ്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ അരച്ച ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചക്കക്കുരും ചെമ്മീനും ഒക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കറി ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇതൊന്നുകൂടി തിളക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ, തേങ്ങാക്കറി ആയതുകൊണ്ട് തന്നെ. ഇനി നമുക്കിതിലേക്കൊന്ന് വറവ് താളിച്ചെടുക്കാം. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കൊച്ചുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി, ഒരു 5-6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് വറവിട്ടെടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ മാക്സിമം അങ്ങനെ ഒന്ന് വറവ് താളിച്ചിട്ട് ചേർക്കുമ്പോൾ കറി നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ ചക്കക്കുരു അതുപോലെ ചെമ്മീൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ചൂടോട് കൂടി തന്നെ ഒരു ബൗളിലേക്ക് മാറ്റാണ്. ചക്കക്കുരുവൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ചെമ്മീനൊക്കെ വാങ്ങുന്ന സമയത്തും ഇതുപോലെ ഒന്ന് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇത്. ചെമ്മീൻ ചക്കക്കുരു തേങ്ങ വെച്ച് വെച്ചാൽ നമുക്ക് മറ്റു കറികളൊന്നും തന്നെ ചോറ് കഴിക്കാൻ വേണ്ടി വരില്ല. ചെമ്മീൻ കറിയിലിടുമ്പം ചെമ്മീൻ്റെ തലയോട് കൂടി തന്നെ നമ്മൾ കറിയിലിടുകയാണെന്ന് വെച്ചാൽ ചെമ്മീൻ്റെ പുളിരസം കുറച്ച് കൂടുതലായിട്ട് തന്നെ നമുക്ക് കറിയിലേക്ക് പിടിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്